ഫോൺ എടുത്തല്ലോ അല്ലേ? കുട വേണ്ടേ? വെള്ളം വന്നോ? ഇന്നും അവിടെ തന്നെയാണ് പണി. എരുമേലി നമ്മുടെ 5 കിണർ പരാശക്തി ക്ഷേത്രമുണ്ടല്ലോ, അവിടെ ഒരു കുറച്ച് വൈറലായ ഒരു തോടൊക്കെ ആയിട്ട് അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ പണിയുന്നത്. അത് നമ്മുടെ നിക്സണിൻ്റെ അമ്മാവനാണ്. അപ്പം അതുകൊണ്ട് ഇനി കുറച്ച് ദിവസം അവിടെ ആയിരിക്കും. നമ്മൾ തുടക്കത്തിൽ ചെയ്ത മറ്റേ വെട്ടും കുത്തുമൊക്കെ ആയിട്ടുള്ള പരിപാടികളുണ്ടല്ലോ, അപ്പം ആ പരിപാടി പിന്നെ അങ്ങോട്ട് ചെയ്തിട്ടില്ലായിരുന്നു കുറേ കാലമായിട്ട്. മറ്റേ കുട്ടിക്കാനും അവിടെ ഒന്നും അത് കൂട്ടല്ല, വേറെ കൂട്ടപരിപാടിയാണ്. ഇപ്പം വീണ്ടും അത് തുടങ്ങിയിട്ടുണ്ട്. പുതിയ പണി തുടങ്ങിയതുകൊണ്ട് ഇവിടെ ഇനി വെട്ടിക്കുത്തി റെഡിയാക്കി പൈപ്പിട്ടൊക്കെ വേണം വരാൻ. എത്തരണോ? രണ്ടോ? എവിടെയാ? എരുമേലി. എരുമേലി വറക്ക. അഞ്ചി പോണം അകത്തോട്ട്, ഇച്ചിരി അങ്ങോട്ട് പോകണം. പണിയാണോ അവിടെ? അവിടെ തടിയെടുക്കും. ആണല്ലേ? അങ്ങോട്ട് എത്ര ആളത് മാറിയിട്ട്? അത് കഴിഞ്ഞോ? അറിയില്ലായിരുന്നെങ്കിൽ മൊത്തം പോയത്. ചെമ്പംകുളത്തിന്റെ താഴത്തെ അവിടെ
കുഴപ്പമില്ല. ഒരു മിനിറ്റ് എന്നാലേ. വിളിച്ചിട്ട് കാര്യമില്ല, അതിനെ കിട്ടത്തില്ല. അല്ലെ വലിച്ചാൽ മതി ഇതുകൊണ്ട്. ക്യാമറ വെളിയിറങ്ങാൻ വലിയ പാടായിരിക്കും അല്ലേ? അതിൻ്റെ അകത്തോടെ പോയി കഴിഞ്ഞാൽ പോകും. അകത്ത് പോയാൽ പിന്നെ പിടിക്കാൻ പാടാം. എപ്പം കാടം ഇറങ്ങിയോ? അത് അങ്ങനെ വേഗം കിടക്കുമല്ലോ. വലിച്ചാൽ മതിയല്ലോ. അതിലും നല്ല ഞാൻ ഹരിച്ചേട്ടൻ ചോദിച്ചോളൂ ഇവിടെ ഇപ്പൊ പെരുമ്പാമ്പ് കാണുമല്ലേ? നല്ല മുഴുത്തറണോ? ഇവിടെ നിന്ന് അങ്ങോട്ടോ. കോൺക്രീറ്റ് ഉള്ളിടം വരെ പോയാൽ മതി. ഇവിടെ കാലം കുറച്ച് താഴെ താഴത്തെ വീടല്ല. ഗൂഗിൾ പേയുടെ നമ്പറാണ് 94. എത്രയാ? വിനോദം എന്നല്ലേ? ആ. ആയിട്ടുണ്ട്. കാശില്ല, പുള്ളി എന്നെ പിടിച്ചുകൊണ്ട് പോകുന്ന ഓർത്താണ്. ആദ്യം വിട്ടുപോയല്ലോ. ചോട്ടോ ഇതിൻ്റെ തൊട്ട് താഴെ നമ്മളവിടെ നിന്ന് ഒരു നാട ശരിക്കും കാണത്തില്ല, ചെറുതായിട്ട് കാണത്തുള്ളൂ. മണിമലയാർ. ആ വണ്ടിയുടെ പുറകെ ഞാൻ ഇങ്ങോട്ട് വന്നു. ആണോ? എന്നാൽ അവിടെ നിന്ന് അത് എവിടെ വന്നപ്പോൾ ചോദിച്ചപ്പോഴാണ് പറയുന്നത് ജനപ്പാടി വണ്ടിയാ. നമുക്ക് വണ്ടിയുടെ സമയം അറിയത്തില്ല. വണ്ടിയുടെ സമയം അറിയത്തില്ല. ഏതൊക്കെ വണ്ടി അവിടെ? പെരുമ്പാമ്പ് എവിടെ വരുന്ന വഴിക്ക് പിടിക്കണ്ടേ?
ആൾക്കാർ കൂടി ഈ കാലിനെക്കാട്ടി വണ്ണമുണ്ട് ഒരു ഇത്ര വണ്ണം ഭയങ്കര സാധനം ഇഷ്ടം പോലെ ഈ പറമ്പില് അതല്ല ആറ്റിന്ന് കയറുന്നത് ഞാറല്ല അടുത്ത് അതുകൊണ്ടാ അത് ഞാൻ നല്ല കാറ്റായിരുന്നു ഇപ്പം ഞാൻ ക്യാമറ എടുത്തപ്പം കാറ്റ് അതിൻ്റെ വഴിക്ക് പോയി നാണം തോന്നുന്നു കണ്ടോ എന്ത് ശാന്തതയായിരുന്നു എനിക്ക് മഴ പെയ്യുന്നു ഇവിടെ കള പറിക്കുന്നുണ്ട് അപ്പോൾ എന്തോ ഈ പുല്ലിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ ഒരു കട്ട് ഒരു പന്ന സ്മെല്ല് അവിടെ മൊത്തത്തിൽ കാണത്തില്ല ഇപ്പുറത്തെ മല മൂടിയിട്ടേ പുതിയ ബെഡോ നിനക്ക് ബെഡില്ലേ ആ ബെഡ് നമുക്കന്നെ ആ ബെഡ് അവർക്കല്ലേ ഓ വേണ്ട ആ അപ്പോഴോട് വന്ന് നമുക്ക് വൈകിട്ട് വരും പറയുന്ന പോലെ തന്നെ വീടുണ്ടാക്കി തരാം ഇന്ന് വേണോ നാളെ വേണോ ഇതുപോലത്തെ വീട് ഇന്ന് വേണോ നാളെ വേണോ നാളെ ആകുമ്പോ അപ്പയ്ക്ക് അവധിയാ പേരയ്ക്ക തിന്നാ കൊതി 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 നോക്കട്ടെ ഓ ഇല്ല ഇല്ലെന്ന് തോന്നുന്നു പട്ട് പേരയ്ക്കയാ വെള്ളമുണ്ട് ഓ നോക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം ആവും എന്താ മോനെ എന്ത് ചെയ്യോ നിനക്കിതേ ഉള്ളോ പണി നിനക്കിതേ ഉള്ളോ പൊട്ടയാ പണിയാ സ്ക്വയർ എന്നാന്നറിയത്തില്ലേ It's so easy to draw basic geometric shapes. Please try to draw with me. Purple. നല്ല മഴ കൊള്ളമായി സ്വയംവരം ചെയ്തൊരു പ്രേതായുധത്തിലെ ശ്രീരാമൻ എൻ്റെ ഒന്നു മടുത്തു ഇവര് കണ്ടെന്ന് ഇവര് വന്ന ഓട്ടോറിക്ഷയുടെ പുറകെ ഇല്ലായിരുന്നു ബസ് സ്റ്റാൻഡിലോ എവിടെ നിന്ന് വരുന്നത് കേൾക്കുന്നുണ്ടോ 8:45 അവിടെ നിന്ന് ഒരു ബസ് ഉണ്ടെന്നാവും എരുമേലിയിൽ ആ 20 ബസ്സുണ്ട് 7:30 മറ്റേ ചുമ്മാ
എരുമേലി ബസ് സ്റ്റാൻഡ്. दुर्गे नारायण अम्मे सरस्वती देवी सरस्वती लक्ष्मी सरस्वती अम्मे मुगंबिके देवी मुगंबिके लक्ष्मी मुगंबिके भद्रे मुगंबिके अम्मे नारायण പറ അടുത്ത പറ അമ്മേ നാരായണ അത് പറഞ്ഞു. ഞാൻ ക്യാമറ കൊണ്ട് ചോദിച്ചിട്ട് ഞാനിവിടെ നിൽക്കുക അത് കിട്ടിക്കോട്ടെ ചോദിച്ചിട്ട് വർക്കാതെ പറയുന്നത് എല്ലാവരും സംഭവം വെച്ചു. ആരും ശ്രദ്ധിക്കത്തുമില്ല. അതെ, ഞാൻ ആരും ശ്രദ്ധിക്കത്തുമില്ല. അതെ, അവൻ്റെ കാര്യം തീരുമാനമായല്ലോ. അത് അതിന് പുറകെ വന്ന് പിടിച്ചാണല്ലോ. അല്ല, തിരിഞ്ഞു വന്നപ്പോൾ ചെറുക്കനോട് നിൽക്കുകയായിരുന്നു.
വൈഫിൻ്റെ അവള് ഇപ്പൊ കൊച്ച് പോകുന്നില്ല, അതുകൊണ്ട് അവൾ ഇറങ്ങുന്നില്ല. കുറേ നേരമായല്ലോ. അവിടെ എന്നാ ഞങ്ങളോടും കൂടെ പറയണേ. ഇപ്പോൾ പറഞ്ഞോളാൻ പറ. ആ വണ്ടി വിളങ്ങിയതാ അവിടെ. വിളങ്ങി പിടിച്ചാ 5000 രൂപ അടിച്ചു കൊടുക്കും. 5000 രൂപ പിള്ളേരാണ്. 5000 രൂപ ഫൈനോ. വേറെ പിള്ളേരെ വിളിച്ച് ഹലോ എന്നാണ്ട് വേഗം അവിടെ നിന്ന് അവരും പോലീസുകാരും പോയിട്ടില്ല, അവനും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. പെട്ടെന്ന് അത് ഞാൻ അങ്ങോട്ട് അപ്പുറത്ത് കടയിൽ പോയി. മറ്റേ താഴെ ഒരു പുതിയ കട തുടങ്ങിയിട്ടില്ലേ, ഷെബിയുടെ ഒക്കെ വീണ്ടും വേണ്ടേ, അതൊന്നുമില്ല. ഞാൻ ഒന്ന് നോക്കി അവിടെ നിന്ന് സിപ്പ് മേടിച്ചേ അങ്ങോട്ട്. മേളില് അവരുടെ വീടിൻ്റെ മേളിൽ അവരുടെ തന്നെ അത്. അപ്പോൾ അവിടെ ചെന്നപ്പം അവിടുത്തെ ആ കൊച്ചി അവളെ എനിക്കറിയാമെന്ന്, അവൻ്റെ കെട്ടിയോൾ അവളവിടെ ഉണ്ടായിരുന്നു. പേര് ഞാൻ പക്ഷെ മറന്നുപോയി. കുറേ കാലമായിട്ടറിയാം. എന്നോട് ചോദിച്ചാൽ എൻ്റെ ഫേസ്ബുക്കിലും ഉള്ള എന്തേലും ഉള്ളതല്ല, ഇവിടെ വരിക്കാനില്ല അവളെ കെട്ടിച്ചേക്കുന്നത്. എനിക്ക് എങ്ങനെയാണൊക്കെ ഇല്ല. ഞാൻ അവിടെ കടയിൽ പോയത് എന്തെങ്കിലും മേടിക്കാന്നുണ്ടോ മേടിക്കാന്ന് ഓർത്ത്. വേണോ